ഹായ്, നല്ല വെള്ളച്ചോറിൽ ഈ സ്പെഷ്യൽ പരിപ്പ് കറി ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ കഴിക്കണം. പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഇതിനകത്തേക്ക് ആവശ്യമില്ല. അപ്പോൾ സമയം കളയേണ്ട സ്പെഷ്യൽ പരിപ്പ് കറിയാണ് നമ്മൾ ഇന്നത്തെ വിഭവം. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുതിർത്ത് ഒരു 30 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു. കുതിർന്ന പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. അതിനകത്തേക്ക് 2-3 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കോൽപ്പുളി നമുക്ക് നന്നായിട്ട് അലിയിച്ച് ഇതുപോലെ വെക്കണം കേട്ടോ. ഒരു 4 വിസിൽ എടുത്തു എൻ്റെ പരിപ്പ് വേവാനായിട്ട്. ഡിപ്പെൻസ്, ഓരോ പരിപ്പിൻ്റെ വേവിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസിലാണെങ്കിൽ ചെറിയ ചൂടിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കോൽപ്പുളി പിഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറാണ്. നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗീ, ശകലം കുക്കിംഗ് ഓയിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുക്, ജീരകം, ഒരു 5-6 ചെറുള്ളി, ഒരു 5-6 കഷ്ണം ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്താൽ നമ്മൾ സ്വാദൂറുന്ന സ്പെഷ്യൽ പരിപ്പ് റെഡിയാണ്. ഇത് കാണുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നല്ല ചോറ്, പൊറോട്ട, ചപ്പാത്തിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പോയി ഉണ്ടാക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.